ഇടുക്കി മലങ്കര ഡാമിൽ 2 ഷട്ടറുകൾ കൂടി തുറന്നു. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി 20 സെന്റിമീറ്റർ വീതമാണ് ഷട്ടർ ഉയർത്തിയത്. നേരത്തെയും 2 ഷട്ടറുകൾ തുറന്നിരുന്നു. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകൾക്ക് തീരത്തുള്ളവർക്ക് അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജയനസ് രാജു വിവരങ്ങളുമായി ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. ജയൻ, നിലവിൽ ഡാമിലെ ജലനിരപ്പ് എങ്ങനെയാണ്? ഈ ആറുകൾക്ക് തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അറിയുന്നു. നിലവിൽ കരകവിഞ്ഞൊഴുകുകയാണോ? അത് ഡാമിലെ ജലനിരപ്പ് അതിന്റെ സംഭരണ ശേഷിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജലനിരപ്പ് ഉയർത്തിയിരിക്കുന്നത്. നമ്മൾ മറ്റ് ഡാമുകൾ പോലെയല്ല. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് ഡാമിലേക്ക് കൂടുതൽ വെള്ളം ഒഴുകിയെത്തുന്നത്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നല്ല വേനലായതുകൊണ്ട് തന്നെ പരമാവധി വെള്ളം അവിടെ സംഭരിച്ചിരുന്നു. കാരണം കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജലം അല്ലെങ്കിൽ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഷട്ടറുകൾ കൂടുതലായി ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോൾ തൊടുപുഴ ആറാണ് കാണുന്നത്. തൊടുപുഴ ആറിലെ ജലനിരപ്പ് കഴിഞ്ഞ ദിവസത്തേക്കാൾ അല്പം കൂടി ഉയർന്നിട്ടുണ്ട്. പക്ഷേ അപകടകരമായിട്ടുള്ള നിലയിലല്ല. തൊടുപുഴ ആറിൽ നിന്ന് നേരെ മൂവാറ്റുപുഴ ആറിലേക്കാണ് വെള്ളം പോവുക. അതുകൊണ്ട് തന്നെ ഈ 2 പുഴയുടെ തീരത്ത് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇടുക്കി ജില്ലയിൽ പരക്കെ മഴ ലഭിക്കുന്നു. ഇന്നലെ റെഡ് അലർട്ടായിരുന്നു, ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഈ 2 ദിവസങ്ങളും തമ്മിൽ മഴയുടെ കാര്യത്തിൽ കാര്യമായ വ്യത്യാസങ്ങളില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് 2 മണിയോടുകൂടി ആരംഭിച്ച മഴ ഇന്ന് രാവിലെ തന്നെ തുടരുകയായിരുന്നു. 6 മണി മുതൽ ഏതാണ്ട് 1 മണിക്കൂറോളം തൊടുപുഴയിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തു. ഇപ്പോൾ തൊടുപുഴയിൽ മഴ മാറി നിൽക്കുകയാണ്. ഇപ്പോൾ മലയോര മേഖലയിൽ മഴ ആരംഭിച്ചിട്ടുണ്ട്. നേരിയ മഴ മാത്രമാണ് ലഭിക്കുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. വിനോദസഞ്ചാരികൾക്ക് രാത്രികാലങ്ങളിൽ ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് നിരോധനം. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിയന്ത്രണം ഉണ്ടാകും. പ്രത്യേകിച്ച് വെള്ളച്ചാട്ടത്തിന്റെ സമീപത്തേക്കൊക്കെ പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിനും അതോടൊപ്പം തന്നെ മരം വീണ അപകടമുണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ സ്വയം ജാഗ്രത പുലർത്തുക എന്നതുകൂടിയാണ് സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല.